ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ ഉപ്പുതറ വില്ലേജിൽ പാറപ്പുറത്ത് വീട്ടിൽ PK കുരുവിളയുടെ മകൻ PK വർഗീസും, ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ മൂന്നാനപ്പള്ളി വീട്ടിൽ ജോസഫിന്റെ മകൾ മേരിക്കുട്ടിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇന്ന് നടത്തി കൊടുക്കുന്നതിന് തടസ്സമായിട്ട് ന്യായമായ എന്തെങ്കിലും തടസ്സങ്ങൾ ഈ കൂടി വന്നിരിക്കുന്ന അവരിൽ ആർക്കെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ആർക്കും പറയാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൗനം അനുവാദമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ കൃത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഈ വിഷയത്തിൽ മൗനമായിരിക്കുന്ന പോലെ നിങ്ങളുടെ ഇനിയുള്ളതായിരിക്കുന്ന എല്ലാ നാടുകളിലും ഈ വിഷയത്തിൽ മൗനമായിരിക്കണം എന്നുള്ള കാര്യം ഞാൻ ആദ്യമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ ഉപ്പുതറ വില്ലേജിൽ പാറപ്പുറത്ത് വീട്ടിൽ PK കുരുവിളയുടെ മകൻ PK വർഗീസിനോട് ഞാൻ ചോദിക്കുന്നു. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ മൂന്നാനപ്പള്ളി വീട്ടിൽ ജോസഫിന്റെ മകൾ മേരിക്കുട്ടിയെ നിന്റെ വിവാഹ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നതിന് തടസ്സമായ ന്യായമായ ഏതെങ്കിലും തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടോ? ഈ മേരിക്കുട്ടിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് പൂർണ്ണമായി മനസ്സുണ്ടോ? അവളുടെ ജീവിതത്തിന്റെ എല്ലാ നാടുകളിലും അവളോട് മാത്രം ചേർന്നിരുന്ന് ഒരു ഉത്തമനായ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന എല്ലാ കടമകളും ചെയ്ത് കൊടുക്കുവാൻ നീ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ മേരിക്കുട്ടിയോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ബാബു എന്ന് വിളിക്കുന്ന PK വർഗീസിനെ നിന്റെ വിവാഹ ഭർത്താവായി സ്വീകരിക്കുന്നതിന് ന്യായമായ ഏതെങ്കിലും തടസ്സങ്ങൾ രഹസ്യമായോ പരസ്യമായോ ജീവിതത്തിലുണ്ടോ? ഇല്ല. ബാബു എന്ന് വിളിക്കുന്ന ഈ PK വർഗീസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നീ പൂർണ്ണമായി തീരുമാനിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ നാടുകളിലും സുഖത്തിലും ദുഃഖത്തിലും അവരോട് മാത്രം പറ്റിച്ചേർന്നിരുന്ന ഒരു വിശ്വസ്ത ഭാര്യ തന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കുവാൻ എല്ലാ കടമകളും ചെയ്ത് അവരോട് മാത്രം പറ്റിച്ചേർന്നിരുന്നുള്ള അവന് പൂർണ്ണമായി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടിന്റെ അടികൾ പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിവാഹം മാന്യമാണ്, ദൈവത്തിന് വചനത്തിലുണ്ട്. ഈ മാന്യതയ്ക്ക് വേണ്ടി ഏതൊരു എഴുന്നേൽ തീർക്കാം. ഇനി മംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നുള്ള നീവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും നീവുള്ള ദൈവമേ. നിന്നടി കാനാവിൽ മണി പന്തൽ കണ്ടാലെങ്കേറ്റു, നിന്നടി കാനാവിൽ മണി പന്തൽ കണ്ടാലെങ്കേറ്റു, അന്നുവേ താവിഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു, അന്നുവേ താവിഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. ഇനി മംഗലം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വലം കരങ്ങളെ തമ്മിൽ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നതായിരിക്കുന്ന ഈ ഉഭയസമ്മതത്തിന്റെ വാചകങ്ങൾ നിങ്ങൾ പരസ്പരം ചൊല്ലണം. ബാബു എന്ന് വിളിക്കുന്ന PK വർഗീസ് ആകുന്ന ഞാൻ, മേരിക്കുട്ടിയാകുന്ന നിന്നെ ഇന്നു മുതൽ എന്റെ ഭാര്യയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മരണം നമ്മെ വേർപെടുത്തുന്നത് വരെ ജീവിതത്തിന്റെ എല്ലാ നാടുകളിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും എന്ന് വേണ്ട ജീവിതത്തിന്റെ എല്ലാ നാടുകളിലും ഞാൻ നിന്നെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാറുണ്ട്. സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ശ്രേഷ്ഠഭൂതന്മാരെയും
ഈ വിശുദ്ധ സഭയെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളും. മേരിക്കുട്ടിയാകുന്ന ഞാൻ CK വർഗീസ് ആകുന്ന അങ്ങയെ ഇന്നു മുതൽ എന്റെ ഭർത്താവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മരണം നമ്മെ വേർപെടുത്തുന്നവരെ ജീവിതത്തിന്റെ എല്ലാ നാടുകളിലും പറഞ്ഞ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയോട് മാത്രം ചേർന്നിരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരു വിശ്വസ്ത ഭാര്യ തന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന എല്ലാ കടമകളും ചെയ്ത് ഞാൻ അങ്ങയോട് മാത്രം പറ്റിച്ചേർന്നിരുന്നുകൊള്ളാവുന്നു. പിതാവായിരിക്കത്തെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശ്രേഷ്ഠദൂതന്മാരെയും ഈ വിശുദ്ധ സഭയെയും സാക്ഷി നിർത്തി ഞാൻ അങ്ങയോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. സ്വർപ്പുരമീ ശുശ്രൂഷകന്മാരായിരിക്കുന്ന പ്രിയമുള്ളവർ കൂടെ കടന്നു വന്ന് ഇവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹത്തോടെ ശുശ്രൂഷിക്കുന്ന ഇനി ഇവരുടെ അക്രമയിൽ വളർച്ച് ഇനി ഇതുപോലെ വിശുദ്ധ വിവാഹങ്ങൾ അനുഗ്രഹീതമായി നടത്തുവാൻ എന്റെ മകനെയും സഹായിക്കാം. എല്ലാത്തിനായും കർത്താവിന്റെ വചനത്തിൽ നിന്ന് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ കൂടെ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആ വേദഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ആദ്യമായിട്ട് വായിക്കാം. ഭാര്യമായ കർത്താവിന് എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും 1 പത്രോസ് 3:5 മുതലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കും. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. 1 പത്രോസ് 3:5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 3:1 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന് അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ കൂടെ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകും. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. ഇങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ മക്കളായി തീർന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും ഖറാജ് ഒഴുക്കം മുതലായൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും
തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും നിങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകും. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. മതി. ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കെ വന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനെ അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകിയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച പ്രകാരം ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നീ തന്നെ നടത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നീ നിങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കേട്ട് ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന കർത്താവാകിയ സ്തോത്രം. ഞങ്ങളുടെ വഴികളെല്ലാം നിന്റെ വഴികൾ, ഞങ്ങളുടെ വിചാരങ്ങളെല്ലാം നിന്റെ വിചാരങ്ങൾ, ഞങ്ങളുടെ വഴികളെക്കാൾ നിന്റെ വഴികളും ഞങ്ങളുടെ വിചാരങ്ങളെക്കാൾ നിന്റെ വിചാരങ്ങളും ഉന്നതവും ശ്രേഷ്ഠമാകിയ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. നിന്നാൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഈ പുത്തൻ കുടുംബത്തിന് വേണ്ടി, ഈ വധുവരന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരത്തിൽ ഈ പ്രിയമുള്ളവരെ ഏൽപ്പിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കുകയും അവരെ ആശീർവദിക്കുകയും ചെയ്യണമേ. അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി പാലിക്കുന്ന എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ അപ്പച്ചൻ തന്നെ പ്രിയമുള്ളവർക്ക് ദാനം ചെയ്ത് നീ അവരെ അനുഗ്രഹിക്കുകയും അവരെ ആശീർവദിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെയും സാറയും അനുഗ്രഹിച്ചവനായ ദൈവം, ഇസഹാക്കിനെയും റിബേക്കയും അനുഗ്രഹിച്ചവനായ ദൈവം, യാക്കോബിനെയും റാഹേലിനെയും ലേയെയും അനുഗ്രഹിച്ചവനായ ദൈവം, ബോവസിനോടുകൂടെ രൂത്തിനെ അനുഗ്രഹിച്ചവനായ ദൈവം, അഖിലാവിനോടുകൂടെ പ്രിസ്കിലെ അനുഗ്രഹിച്ചവനായ ദൈവം, ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ മാനിക്കുന്നവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ സന്നിധിയെ പ്രിയമുള്ളവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. ഇതോടുള്ള ബന്ധത്തിൽ കർത്താവേ, ബന്ധതയായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരെയും അനുഗ്രഹിക്കണമേ, സഭകളെ അനുഗ്രഹിക്കണമേ. ഇതുമൂലം ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, സഭ അനുഗ്രഹിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഭാവി, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന തലമുറകൾ ദൈവം ഇവർക്ക് ദാനം ചെയ്ത് നീ അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അവർക്ക് നൽകിക്കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. ബലമുള്ള കാര്യങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വമെല്ലാം ഒപ്പത്തിൽ എടുക്കണമേ. കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആകാശം ഭൂമി സൃഷ്ടിച്ച ദേവദേവൻ, ആകാശം ഭൂമി സൃഷ്ടിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിലെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവീൻ പരം, വാഴ്ത്തുവീൻ, വാഴ്ത്തുവീൻ പരം, വാഴ്ത്തുവീൻ. ഏകൻ പ്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകൻ പ്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകേട്ട് മംഗളങ്ങൾ മേന്മേലായി. Praise the Lord. സ്തോത്രം, 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 സ്തോത്രം. ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ ഉപ്പുതല വില്ലേജിൽ പാറപ്പുറത്ത് വീട്ടിൽ PK കുരുവിളയുടെ മകൻ PK വർഗീസും, ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ മൂന്നാനപ്പള്ളി വീട്ടിൽ ജോസഫിന്റെ മകൾ മേരിക്കുട്ടിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരസ്യപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സകല വിജയം കവിഞ്ഞ ദൈവത്തിന് സമാധാനം, പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കാവൽ ഞങ്ങളുടെ പ്രാർത്ഥന വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തോടും, വിശേഷാൽ ഈ നവദമ്പതിമാരോടും ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട അതിന്റെ മക്കളോടുകൂടി ശുശ്രൂഷിച്ച ദാസനോടുകൂടി എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകണം. നിങ്ങളുടെ ഒപ്പും കൂടി ഇതിനകത്ത് ഇടണം കേട്ടോ. ഇതിന്റെ സാക്ഷികളായിട്ട്
ഇരു കൂട്ടത്തിൽ നിന്നും ഓരോരുത്തരും കൂടെ വന്ന് സ്തോത്രം. നിങ്ങളെ എഴുതിയിട്ട് ഇന്നത്തെ തീയതി 20 6 അല്ലേ ജൂൺ എന്നിട്ട് ജൂണൊന്നോ 6 ജൂൺ 6 വധുവരന്മാരുടെ വീട്ടിൽ വരൻ്റെ അതിന് പാറപ്പുറത്തല്ലേ കുരുവോളം മോൻ പറയും വീട്ടുപേര് അങ്ങനെ അതുപോലെ ഒരു വെഡിങ് സർട്ടിഫിക്കറ്റ് കറക്റ്റ് മാതാപിതാക്കളുടെ പേരുകൾ മാതാവിൻ്റെ പേരും പിതാവിൻ്റെ പേരും കിട്ടുന്നുണ്ട്. മാതാവിൻ്റെ പേര് ഏലിയാമ്മ, അല്ല പിതാവിൻ്റെ പേര് കുരുള. മൂന്നാനപ്പള്ളി വീട്ടിൽ ജോസഫ് ഓടാടി അമ്മാമ്മ അച്ചാനില്ലേ, അച്ചായൻ്റെ അളിയനെ ഇത് കേട്ടോ, ഇത് അച്ചായൻ്റെ അളിയനെ. ഞാൻ പിന്നെ അമ്മാമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെരുകുട്ടി ആദ്യം കാണില്ലേ പ്ലീസ്. അത് വേണ്ട, ഇതിപ്പോൾ മതി, ഇതുവരെ ഇത് എന്നാൽ പിന്നെ എന്ത് ചെയ്താൽ വേണ്ടി വന്നു. സൈഡ് ഓഫ് ദാറ്റ് ഫ്ലാഗ് there is a battery. നിങ്ങളുടെ പേരും കൂടി
പേരെഴുതി ഒപ്പിടണം അല്ലേ? ഒരേ ലൈനിൽ ഒരേ ലൈനിൽ തന്നെ പേരെഴുതി മതി. പേരെഴുതി Bring the bag. Bring the bag. പേരെഴുതി